മലയാളം ഇൻഫോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഫറുകളുടെ വലവീശൽ ദൃശ്യമാധ്യമ രംഗത്തെ പ്രമുഖർ. മലയാള വാർത്താ ചാനലുകളിൽ വൻ ശമ്പളം. പല മലയാള ദൃശ്യമാധ്യമ പ്രവർത്തകർക്കും അച്ചടി മാധ്യമ രംഗങ്ങൾ നേരിടുന്ന വൻ പ്രതിസന്ധികളിലും ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ നല്ല കാലം. ഫ്ലവേഴ്സ് 24, റിപ്പോർട്ടർ ചാനൽ എന്നീ മലയാളം ചാനലുകളിൽ പ്രവർത്തിച്ച പ്രമുഖ മാധ്യമ പ്രവർത്തക സുജയ പാർവതി റിപ്പോർട്ടർ ചാനൽ വിട്ട് ഇപ്പോൾ ബിഗ് ടി വിയിൽ ചുമതലയേൽക്കാൻ പോകുന്നു. ബിഗ് ടി വിയിൽ ചീഫ് എഡിറ്ററായാണ് സുജയ തൻ്റെ സ്ഥാനം അലങ്കരിക്കാൻ പോകുന്നത്. സുജയ്ക്ക് ബിഗ് ടി വി ഓഫർ ചെയ്തിരിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. ഇതുപോലെ ഹാഷ്മിക്കും മാധുവിനും വരുന്നുണ്ട് ലക്ഷങ്ങളുടെ ഓഫറുകൾ. ഇന്ത്യയിൽ തന്നെ വാർത്തകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും കാണുകയും ചെയ്യുന്നത് കേരളീയ സമൂഹമാണെന്നുള്ള കാര്യം നിസ്സംശയം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ സ്വാധീനം ചെലുത്തുന്നതും കൂടുതലായി കേരള സമൂഹത്തെ തന്നെയാണ്. ഏതൊരു വാർത്തയോടും ഉചിതമായി പ്രതികരിക്കുന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റികളെ വാർത്താ ലോകത്തു നിന്ന് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നത് ദൃശ്യമാധ്യമ രംഗത്ത് സെലിബ്രിറ്റി മാധ്യമപ്രവർത്തകരും ഉയർന്നു വരുന്നുണ്ട്. ഇവരുടെയൊക്കെ വളർച്ച തന്നെ വളരെ ദ്രുതഗതിയിലുമാണ്. ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചാനലിൽ നിന്നും മറ്റൊരു ചാനലിലേക്ക് തേടിപ്പോകുന്ന ദൃശ്യശ്രവണ മാധ്യമ രംഗത്തെ പ്രവർത്തകരും ഒട്ടും കുറവല്ല. അതായത് ദൃശ്യമാധ്യമ രംഗം ഓഫറുകളുടെ ഒരു പടയോട്ടം തന്നെയാണ്. ഇങ്ങനെയുള്ള ചാനലുകൾ വന്നതോടെ ഉദാഹരണത്തിന് ബിഗ് ടി വി പോലുള്ള ചാനലുകൾ ഇപ്പോൾ മറ്റു ചാനൽ മാനേജ്മെൻറ്റുകളെ വലിയ പ്രതിരോധത്തിലാണ് കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ബിഗ് ടി വിയിൽ ചീഫ് എഡിറ്ററായി ചുമതലയേൽക്കുന്നതോടെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്ന വനിതാ മാധ്യമ പ്രവർത്തകയായി മാറുകയാണ് സുജയ പാർവതി. ഇതിന് തൊട്ടു മുമ്പേ മാധ്യമപ്രവർത്തനം ചെയ്ത റിപ്പോർട്ടർ ചാനലും തിളങ്ങി നിന്നിരുന്ന മാധ്യമപ്രവർത്തക തന്നെയായിരുന്നു സുജയ പാർവതി. അനിൽ അയിരൂരാണ് ബിഗ് ടി വി എന്ന ചാനലിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. മാതൃഭൂമി ന്യൂസ് ചാനലിൽ പ്രവർത്തിക്കുന്ന ചാനലിൻ്റെ തന്നെ മുഖമായി മാറിയ മാധുവിനും ഫ്ലവേഴ്സ് 24 എന്ന ചാനൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഹാഷ്മിക്കും ബിഗ് ടി വിയിൽ നിന്നും ഓഫറുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെയാണ് എന്നും ഇപ്പോൾ വാർത്തകൾ പരന്നുകൊണ്ടിരിക്കുന്നു. മറ്റു ചാനലുകളിൽ നിന്നും ലഭിക്കുന്ന ശമ്പളത്തേക്കാൾ വൻ തുകയാണ് ബിഗ് ടി വി ഇവർക്കൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാധ്യമ രംഗത്തെ പ്രമുഖരും ഫ്ലവേഴ്സ് ടി വി ചാനൽ ഉടമയുമായ ശ്രീകണ്ഠൻ നായരായിരുന്നു ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങിയ മാധ്യമ പ്രവർത്തകൻ. എന്നാൽ ഇയാൾക്ക് പിന്നാലെ ഡോക്ടർ അരുൺകുമാറാണ് ശമ്പളത്തിൻ്റെ കാര്യത്തിൽ മുന്നിട്ട് നിന്നിരുന്നത്. IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന ശമ്പളവും പാക്കേജുമാണ് ഇപ്പോൾ മലയാള ദൃശ്യമാധ്യമ രംഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 80ഓളം മാധ്യമ പ്രവർത്തകരെ ബിഗ് ടി വിയുടെ പ്രവർത്തകരായി ഇപ്പോൾ തന്നെ റിക്രൂട്ട് ചെയ്തു എന്ന വാർത്തകളും വരുന്നുകൊണ്ടിരിക്കുന്നു. ഇവരിൽ വേണു ബാലകൃഷ്ണൻ, ലക്ഷ്മി, പത്മ, അപർണ കുറുപ്പ് എന്നീ പ്രമുഖ മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ട്. ചില ചാനലുകൾ ഉയർച്ചയിലാണെങ്കിലും മറ്റു ചില മാധ്യമങ്ങൾ എപ്പോൾ അടച്ചുപൂട്ടണമെന്ന ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദൃശ്യമാധ്യമ ചാനലുകൾക്ക് കൊയ്ത്തുകാലമാണെങ്കിലും പത്രമാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഇപ്പോഴും ശമ്പളക്കുറവ് കാരണം വളരെ പ്രതിസന്ധിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ നേരിടുന്നത് വൻ പ്രതിസന്ധി തന്നെയാണ്. ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.